രേണു 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 എവിടെ തുറന്നാലും രേണുവിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു 1000-10000 കമൻസ് ആണ് രേണുവിനെ കുറ്റം പറയുന്നതിന് സപ്പോർട്ട് ചെയ്ത് താങ്ങാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, അതല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയൊരു സ്ത്രീ, എല്ലാവരും മുന്നോട്ട് വരണം, സമൂഹത്തിൽ നിൽക്കണം, എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ തന്നെയല്ലേ? അപ്പോൾ പിന്നെ ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് രേണു. ഭർത്താവ് ജീവനോടെ ഇരിക്കുന്ന ഒരു സ്ത്രീയല്ല, ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ചിട്ട് തോന്നിവാസം നടക്കുന്ന ഒരു സ്ത്രീയൊന്നുമല്ല. എന്നിട്ടും അവർ ഇത്രമാത്രം കുറ്റപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും പ്രൊഫഷണൽ ജലസോ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രിഡ്ജോ വല്ലതും ആയിരിക്കും. ഇപ്പം അതേ വേറൊരുത്ത് കൊലാകാരനാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ആ കൊലാകാരൻ്റെ കൊല നമുക്ക് കുറച്ച് കാണാം. എന്തോ ആടെ ഇയാളെയൊന്നും കലാകാരനായിട്ട് പോലും ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഒരു സ്കിറ്റിൽ കണ്ടിട്ടില്ല, എങ്ങും കണ്ടിട്ടില്ല. ഇനി നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പമാണോ അതല്ലെങ്കിൽ ഇവനെ ഉള്ളതാണോ ഒന്നും എനിക്കറിയത്തില്ല. പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇത്രയും തോന്നിവാസമൊന്നും ഒരു സ്ത്രീയെക്കുറിച്ച് പറയരുത്. ഇവർക്ക് കഴിവില്ലാണ്ടാണ് കേട്ടോ. ഈ രേണുസുതിക്ക് കഴിവുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കേസ് കൊടുത്തത് ഇവനെയൊക്കെ വരെ പൂട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഇവർ 4000 ഉലുവ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ച് മേടിച്ചോണം. ഇവനൊക്കെ അത്ര നട്ടലുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അടുത്താണ് പോയി മേടിക്കേണ്ടത്. അതല്ലാണ്ട് അയാൾ മരിച്ചതിന് ശേഷം ഭാര്യേനെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് ഇവൻ്റെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാനിരിക്കുക അവള്. അത് ചെയ്യാത്തതിനോടുള്ള ജലസാണെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാണ്ട് വേറെ എന്തോ ഇവനെന്തോ പറയുന്നതെന്ന് നമുക്ക് നോക്കാട്ടോ. വൾഗറാണ്. ഇതൊരു കലാകാരനാണ്, ഈ കലാകാരന്മാർക്ക് മോശമാണ്. ഒരു സ്ത്രീ ഇപ്പോൾ എല്ലാവരും പ്രശസ്തി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നെഗറ്റീവ് ഇമേജ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് എന്തും ആയിക്കോട്ടെ, സമൂഹത്തിൽ അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാ വീഡിയോയിലും എല്ലാത്തിലും അവർ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവർ നെഗറ്റീവിൽ നിൽക്കുന്നു, അവരെ ചാരിയിട്ട് പ്രശസ്തിയാവാൻ നോക്കുന്ന ചില ആൾക്കാർ. ഇതല്ലാണ്ട് വേറെ എന്തുവാ പറയണ്ടേ? ഒരുത്തി വന്ന് 2ാമത്തെ ഭാര്യയാന്ന് പറഞ്ഞുകൊണ്ട് അവള് പറഞ്ഞ അവൾക്ക് പ്രശസ്തിയൊന്നും വേണ്ട കേട്ടോ, പിന്നെ എന്തിനാ വന്നേ, അന്ന് പിന്നെ മിണ്ടാണ്ടിരുന്നാ പോരെ. ആരുടെയോ 4ാമത്തെ ഭാര്യയായിട്ട് കഴിയുക. ഭർത്താവ് ഉണ്ടോ? ഭർത്താവ് ഉണ്ടെങ്കിനെ കഴിഞ്ഞാട് വർത്താനം പറയാൻ വിടുവോ? അത് 2ാമത്തെ ഭർത്താവിൻ്റെ കൂടെ ഉള്ളപ്പോഴുള്ള അനുഭവങ്ങളും അതൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ സ്മരണകൾ അഴവറക്കാൻ വന്നേക്കുന്നു. അത് ഏറ്റിക്കൊണ്ട് ചാനലുകാർ നടക്കുന്നു. അവൾ നല്ല സുന്ദരിയായിരുന്നല്ലോ, എന്തിനാണ് ഇവർ ഉപയോഗിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. അയാളെ ജീവനോടുള്ളപ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ, പിന്നെ എന്തോന്ന് ഇത് പറഞ്ഞുകൊണ്ട് വന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇയാളുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഈ രംഗത്തോട്ട് ഇത്രയും പ്രശ്ന വിവാദമൊക്കെ ഉള്ളപ്പോൾ ഇയാൾ എന്തിനാ വളർന്നതെന്ന് നമുക്കറിയണമല്ലോ. ആരോപണവുമായി എത്തിയിട്ടുണ്ട്. അതിൽ ചേട്ടൻ ഒരു ആരോപണമല്ല, ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചേട്ടന്റെ ആവശ്യം രേണുസുതി ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എപ്പോഴാണ് രേണു ചേട്ടന്റെ ആവശ്യം അവർക്ക് അനാവശ്യമാ, അതുകൊണ്ടാ മൈൻഡ് ചെയ്യാത്തത്. ഇത് പൈസ വാങ്ങിച്ചു? എന്ത് പറഞ്ഞായിരുന്നു പൈസ വാങ്ങിച്ചത്? ഒരു ആവശ്യം പറഞ്ഞ കൊച്ചു വയ്യാണ്ട് ആണ്, പിന്നെ കൊച്ചിന് ടോയ്സ് മേടിക്കണം, അത് വീട്ടിലൊരു കാര്യങ്ങൾ പറഞ്ഞാൽ മേടിക്കുന്നത്. അപ്പൊ വീട്ടിലെല്ലാവരും എന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്നെ അറിയാം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു പിന്നെ തിരിച്ചു ചോദിച്ചപ്പോൾ പുള്ളി തരത്തില്ല, പിന്നെ കോൾ ബ്ലോക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ പൈസ ചോദിച്ചിട്ടുണ്ടാവും, മേടിച്ചിട്ടുണ്ടാവും, കടമായിട്ടായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ഇയാൾ തിരിച്ച് ചോദിക്കാൻ ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കുമായിരിക്കും. വിളിച്ച് നല്ല രീതിയിൽ അത് അറിയായിരിക്കുമല്ലോ. ഇതുപോലുള്ള കിഴങ്ങന്മാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള കോഴികളെല്ലാം ഈ ഒരു സമയത്ത് മുതലെടുക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഭർത്താവ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്ന സ്ത്രീയല്ലേ ഇരിക്കും. ഇവരെ മോന്ത കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു കോഴിയാണെന്ന്. അതല്ലെങ്കിൽ സുധിയോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വെറും 4000 രൂപയുള്ളൂ, വെറും 4000 ഉലുവ അതങ്ങ് പോയെന്ന് വിചാരിക്കുക. അതല്ലേ വേണ്ടത്, പോയെന്ന് വിചാരിക്കും. ഇപ്പം ഈ സമൂഹത്തിൽ വന്നിരുന്ന ഇത്രയും ആൾക്കാർ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ മരിക്കുന്നോടം വരെ സുധിയുടെ ഭാര്യയല്ലേ ഇയാൾക്ക്, ഈ പറയുന്ന ആൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ സുധിയെ ഇതുപോലെ നാറ്റിക്കാൻ വേണ്ടി വന്ന് ഇതുപോലെയുള്ള വൾഗറായിട്ട് സംസാരിക്കുമോ എനിക്കറിയത്തില്ല. ഇയാൾ അങ്ങോട്ട് ഉടനീളം പറയുന്ന കാര്യങ്ങൾ മഹാമോശമാണ്. കടം മേടിച്ച പൈസ കടം തിരിച്ചു ചോദിക്കുന്നതിന് മാന്യത കുറവൊന്നുമില്ല, പക്ഷെ അതൊരു മര്യാദ വേണം. അതല്ലാണ്ട് 24 മണിക്കൂർ ആരെ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും, അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നുണ്ടാവും, അങ്ങനെ ആയിരിക്കും ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. എൻ്റെ പൊന്നു രേണു, ഇതൊക്കെ കാണുന്നുണ്ട്. ഈ 4000 രൂപയുടെ കേസാണെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്താൽ ഈ പരിപാടി അവസാനിപ്പിക്കാം. പക്ഷെ ഇയാൾ ഈ കാണിച്ചത് വളരെ മോശമാണ് കേട്ടോ. ഈ 4000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് ഓൾറെഡി തേജോവധനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ അവരെ വീണ്ടും തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലെ ചാനലിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് വളരെ മോശമായിട്ടും വൾഗറായിട്ടും ഇത് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരായി നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. കടമായിട്ടായിരുന്നു ചേട്ടൻ സഹായമായിട്ടല്ല, കടമായിട്ട് തന്നെ കൊടുത്തത്. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലൊരു പരിചയം ഉണ്ടാവുന്നത്? സുധിയ ചേട്ടനുള്ള സമയത്തെ പരിചയം. അപ്പൊ സുധിയാണ് ആദ്യം പറയാൻ. സുധി ആവശ്യമില്ലാത്ത പരിചയങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സുധിയുടെ ഒരു വീഡിയോ, ഈ
കൊറോണയുടെ ഒക്കെ ആ സമയത്ത് സുധി ഏതൊക്കെയോ പൈസ ഒക്കെ അവർ ഇവിടെ നിന്നൊക്കെ കടം മേടിക്കുന്നു. അത് ഈ കലാകാരന്മാരുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് എല്ലാ ദിവസവും ഷോയോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. അപ്പോൾ അവരുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രാരാബ്ദങ്ങൾ ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ കടങ്ങൾ മേടിക്കേണ്ടി വരുന്നത്. ഭയങ്കര ഒരു കലാകാരന് കുറേ പ്രോഗ്രാമുകളൊക്കെ ഉള്ള ഒരാളോ ഒന്നും അല്ലായിരുന്നു സുധി. ജീവിച്ചിരുന്നപ്പോൾ ഒരു പട്ടിക സുധിയെ വേണ്ടായിരുന്നു. ആ വിവാദം വന്നൊരു സമയത്ത് ഒരു സ്ഥലത്തും സുധിയെ കണ്ട ആൾക്കാരില്ല. എല്ലാവരും കൈവിട്ട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരാളാണ്. അതിനുശേഷം ഫ്ലവേഴ്സിലാണ് അയാൾക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് അതിജീവനത്തിന് വേണ്ടി ചിലപ്പോൾ ഇതുപോലെ കടമൊക്കെ മേടിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരവാദിയായിട്ട് വരുന്ന സുധിയാണ്. നിങ്ങൾ ആ മരിച്ചുപോയ ആളെയാണ് അധിക്ഷേപിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, എല്ലാം ശരിയാണ്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. മരിച്ചുപോയൊരു ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീ, അവരെ അപ്രോച്ച് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും ഇതുപോലുള്ള ആൾക്കാർ? വെറും 4000 രൂപയ്ക്കാണ് ഇപ്പോൾ ഈ വന്ന് മാനം കെടുത്തിയത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇയാൾ പറയുന്നത് സുധി മരിച്ച സമയത്ത് പോയിട്ട് പോലും ഇല്ലെന്നാ. ഇയാളുടെ അമ്മയ്ക്ക് അത് ഓപ്പറേഷൻ ആണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ അന്വേഷിച്ച് പോയാൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവത്തില്ല. മനഃപൂർവ്വം പോവാത്തയായിരിക്കും. സുധി ഉള്ളപ്പോൾ തന്നെ ചിലപ്പോൾ ഇയാളെ ഒന്ന് കണ്ണിന് വരുമ്പോഴേക്ക് കണ്ടുകൂടായിരുന്നായിരിക്കും. അതിൻ്റെ എന്തെങ്കിലും ജലസോ കാര്യങ്ങളോ ഇപ്പോഴും ഉണ്ടാവുമെന്ന് ഇതിൻ്റെയൊക്കെ മനസ്സിൽ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരുന്ന് ഈ പുഴുത്ത വർത്താനമൊക്കെ എന്ന് പറയുന്നത്. അടുത്ത് ഇയാൾ പറയണേ സുധിയുടെ ഏറ്റവും ഇളയ മോനായിട്ടുള്ള ആ ഋതു എന്ന് പറയുന്ന പയ്യൻ അപ്പാന്നാ വിളിക്കുന്നതെന്ന്. അപ്പനെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്തുവാടോ ഇയാൾ പറയുന്നത്? അതൊരു കൊച്ചു കുട്ടിയാണ്. തന്നെ കണ്ടു കഴിഞ്ഞാൽ സാമ്യം ഉണ്ടെന്ന് പറഞ്ഞ് അവരിപ്പോൾ അപ്പനായിട്ട് സ്വീകരിക്കണോ നിങ്ങളെ? അതാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് അങ്ങനെയൊക്കെ ആട്ടോ തോന്നിയത്. ഒരുമാതിരി പുഴുത്ത വർത്താനങ്ങളാണ് ഇയാൾ ഇരുന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സിമിലാരിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ച് മുതലെടുക്കാൻ നോക്കരുത്. ഒരു കുടുംബത്തിലോട്ട് അങ്ങ് കയറി പറ്റാൻ നോക്കരുത്. അവർക്കത് ഇഷ്ടമുണ്ടാവില്ല, ഭാരമായിട്ട് തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് കുറച്ച് അകത്തിയായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു സ്ത്രീയെ മുതലെടുക്കുക, അവരുടെ വീട്ടിലോട്ട് കയറി പറ്റാൻ നോക്കുക, അവരെ അങ്ങ് ചാരി നിൽക്കാൻ നോക്കുക. സത്യം പറഞ്ഞാൽ അവർക്ക് പേടിയായിരിക്കും. ഈ സ്ത്രീകൾക്ക് പേടിയാണ്. ഭർത്താവും ഇല്ല, ആ സ്ഥാനത്ത് പല ആൾക്കാരും കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ വരണ്ടാന്നോ പോകണ്ടാന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അവരൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പം പ്രതികരിക്കാൻ ഇറങ്ങിയേക്കാം. 1 വർഷം മുമ്പുള്ള സംഭവത്തിന് ഇന്നേരം ഇയാൾ പ്രതികരിക്കാൻ ഇറങ്ങുന്നത്. അപ്പൊ അന്ന് അങ്ങനെ വീട്ടിൽ പോയി അങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്റെ അടുത്ത് നിൽക്കുന്നത്. എത്ര പേര് അങ്ങനെ അവരുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്, കുഞ്ഞിനെ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എല്ലാവർക്കും അവരോട് സൗഹൃദവും സ്നേഹവും ഒക്കെ ഉള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനിപ്പോൾ എന്താ അത്ര പുതുമയായിട്ട് പറയാൻ? എന്തിനെ പറഞ്ഞു? എന്തേ രേണു പറഞ്ഞുകൊണ്ട് എടുക്കണം? എന്ത് പറയാൻ ഇയാളെ കുറിച്ച്? ഇയാൾ ആരായന്? ബന്ധുക്കാരനാണോ, സ്വന്തക്കാരനാണോ, ആരെങ്കിലും ആണോ? വഴിക്കൂടെ പോണവരൊക്കെ ആ വീട്ടിൽ കയറി ഇറങ്ങുന്നതിന് രേണു ഇതിന് പ്രത്യേകിച്ച് എന്ത് പറയാനാ? രേണു ഇനി ഇത് പറഞ്ഞിട്ട് പ്രശസ്തി മേടിച്ചു തന്നെ ഒരിക്കൽ ഇയാൾക്ക്. അതിനാണ് ഈ ഇരുന്ന് കുരയ്ക്കുന്നത്. എങ്ങനെയായിരുന്നു കുടുംബമായിട്ടുള്ള ചേട്ടന്റെ ഒരു അടുപ്പം? പിന്നെ അവര് ടോണൊക്കെ ഒരു വ്യത്യാസങ്ങളോ വന്നു. പിന്നെ അതിനുശേഷം പിന്നെ എന്നെ അടിക്കാൻ വേണ്ടി ആളെ വിട്ട്. ഈ രേണു കള്ളം പറയുന്നു പറഞ്ഞാൽ ഞാൻ ഒരു ഹെഡ്ലൈൻ കൊടുത്തതിന് ശേഷം ചേട്ടൻ എപ്പോഴാണ് രേണു കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു? രേണുവിന്റെ വീട്ടുകാരെ അടിക്കാൻ വേണ്ടി ആളെ വിട്ടു. അവരുടെ ടോണുകളെല്ലാം മാറിയെന്ന്. നിങ്ങളുടെ പ്രവൃത്തി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരാൾ അടിക്കാൻ വരുന്നതും അവരെ പ്രവൃത്തി, അവരെ ഇഷ്ടക്കേടും അവർ പ്രകടിപ്പിച്ചത്. അതായത് തീരെ അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് ശല്യമായിട്ടുണ്ടാവുന്നേ, അങ്ങ് നാശമായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ അടിക്കാൻ ആളെ വിട്ടിട്ടുണ്ടാവുള്ളൂ. അതല്ലാണ്ട് കണ്ണും മുട്ടി ആരും ചെന്ന് അടിക്കത്തൊന്നുമില്ലല്ലോ. ഇവന്റെ വർത്താനം കേട്ടാൽ പെരടിക്ക് ഒരെണ്ണം കൊടുക്കേണ്ട ഒരു ഇനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ എത്ര ദൂരോട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞാലും പിന്നെ നമ്മളെ തേടി വരുന്ന ഒരു അട്ടേനെ പോലെ പിടിച്ചാൽ ചില ആൾക്കാരുണ്ടല്ലോ, അതുപോലത്തെ ഒരു സംസാരവും കാര്യങ്ങളും. ഇത്തിരി ഇങ്ങനെ മാന്യമുള്ള ആൾക്കാർ, ഇത്തിരി ഒരു കലാകാരനാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും അവരെ തുറച്ചു നോക്കി. അവർ ഇത്ര വലിയ കുറ്റമൊന്നും ചെയ്യുന്നില്ല. അവരവരുടെ പ്രൊഫഷന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ ഇതൊന്നും പറയാനില്ല. അങ്ങനെയാണ് ബോളിവുഡ് നടിമാരെ കുറിച്ച് എന്ത് പറയണം? എല്ലാവർക്കും ഇഷ്ടമുള്ള നയൻതാരയൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ, അതിനെ കുറ്റം പറയാനാണെങ്കിൽ എന്തോരം കുറ്റം പറയണം? എന്തോരം ആൾക്കാരാണ് അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത്. മലയാളത്തിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ തെന്നിന്ത്യയിലോട്ട് പോകുന്നു. അവിടെ തുണിയില്ലാണ്ട് അഭിനയിക്കുന്ന ഇഷ്ടം പോലെ നടിമാരുണ്ട്. അവരെ ഒന്നും ആരും കുറ്റം പറയുന്നു, അവരുടെ ഒരു കാര്യത്തിലും അന്വേഷിക്കാൻ പോകുന്നു ഒന്നുമില്ല. ഈ ഒരു രേണു മാത്രം ചെയ്യുമ്പോൾ അത് എങ്ങനെ തെറ്റാവുന്നത്? അവരെ വിളിച്ചിട്ടാണ് അവരെ പോകുന്നത്. അവരെ ജോലിയുടെ ഭാഗമാണ്. അത് എത്ര പ്രാവശ്യം അവർ പറയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? വീണ്ടും ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ചൂഷണം ചെയ്യുന്നു മനസ്സിലാവുന്നില്ല. രേണു ഒരു നല്ല അരിക്കുള്ള വിഷയമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടായിരിക്കും രേണുവിനെ ഇതുമാതിരി ക്രിറ്റിസിസം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അത്. എന്നിരുന്നാൽ പോലും രേണുവിനൊന്ന് കുറ്റം പറയുമ്പോൾ എന്തോ ഒരു രസം പോലെ ആൾക്കാർക്ക്. അത് പുള്ളിക്കാരി കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. രേണുവിനെ അയച്ചപ്പോ അയച്ചു. അതിന്റെ തലേദിവസം തന്നെ, പിറ്റേ ദിവസം തന്നെ വേറൊരു മീഡിയയുടെ പറയായിരുന്നു സുധിയുടെ വലുതാണ്, അവർക്ക് സുധിയുടെ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇത്ര ഉണ്ടാവുള്ളൂ കാര്യം. രേണുവിൻ്റെ സുധിയുടെയും കല്യാണ ഫോട്ടോ ആക്കി എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് അയച്ചു. അപ്പം അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ മരണശേഷം ഇതൊക്കെ കാണുമ്പോൾ വിഷമമാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. അതേക്കുള്ളൊന്നുമില്ല, അല്ലാണ്ട് ഇഷ്ടമല്ലാന്നൊന്നും പറയത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും അങ്ങനെ പറയൂ? അപ്പോഴേ കള്ളമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കറിയാലോ കാര്യങ്ങൾ മൊത്തവും. അപ്പൊ ഞാൻ താഴെ കള്ളമെന്ന് എഴുതി. ഇതും കൊണ്ടുപോയി നേരെ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു, വാഗത്താൻ സ്റ്റേഷനിൽ. ഇത്രയും ന്യൂസൻസ് ആയിട്ട് അവരുടെ പുറകെ നടന്ന ശല്യമായിട്ട് പോലും രേണു ഇത് എവിടെയും പറയാനോ പബ്ലിക്കിൽ കൊണ്ടുപോയി നാണം കെടുത്താനോ നിന്നില്ല. അവർ മാന്യമായിട്ടുണ്ട് കേസ് കൊടുക്കാനാണ് ചെയ്തത്. കേസ് കൊടുത്ത് പോലീസ് വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് വിട്ടതാണ്. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ വേണ്ട ഈ പൈസ കൊടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ പൈസ അന്നേരം തിരിച്ചു വാങ്ങിക്കണമായിരുന്നു. എന്നിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കണം. പക്ഷേ ഇയാൾ അത് അവിടെ വിട്ടില്ല. അപ്പോൾ ഇയാൾക്കുള്ള വൈരാഗ്യം നമുക്ക് മനസ്സിലായല്ലോ. ഇയാൾക്ക് അതാണ് വൈരാഗ്യം. ലക്ഷ്മി നക്ഷത്രയുടെ അടുത്ത് അതുപോലെ നോബിയുടെ അടുത്തൊക്കെ പോയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വെറും നാണം കെടുത്തുന്ന രീതിയിൽ ഇയാളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ അടി ചെന്നിട്ട് പറയാം എൻ്റെ കയ്യിൽ ഫുൾ റെക്കോർഡുകളുണ്ട്, അങ്ങനെ എങ്ങനെ ഇവർ പറയണ മൊത്തം നുണയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് അടിക്കുക. ഇതൊക്കെയാണ് ഇയാളുടെ പണിയെന്നാണ് ഇയാൾ ഇരുന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് പറയുന്നത് ഇവരുടെ ലൈഫിലുള്ള. അതെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ എന്തിനാ അവരുടെ ലൈഫിലോട്ട് ഒളിഞ്ഞു നോക്കാൻ പോകുന്നതെന്നേ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകണം. ഇത്രയും കേസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരിലായിട്ടില്ലേ? ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് പോവല്ലേ വേണ്ടത്? എന്തിനാണ് ഈ പെണ്ണുപിള്ളയുടെ പുറകെ ഇയാൾ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് ഓർക്കണം, സുധിയുടെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ് ഇയാളെ ഇനിയിപ്പോൾ ഭർത്താവായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുമോ രേണുവിന്? എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? ഇയാൾക്ക് തുച്ഛമായ തുകയുള്ളൂ കൊടുക്കാൻ. അത് ഭംഗിയായിട്ട് പേടിച്ചിട്ട് അവനവൻ്റെ കാര്യം നോക്കി പോവുക. ആ കേസിൻ്റെ സമയത്ത് ആ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയല്ലേ ഇത് പറയേണ്ടത്? അവിടെ പറഞ്ഞ് അത് മേടിച്ചെടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇത് നോബിയുടെ അടുത്ത് പറയുക, ലക്ഷ്മി നക്ഷത്രം എടുത്ത് പറയുക. കാരണം ഇവരെ സഹായിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് ആ സഹായം ഇല്ലാണ്ടാക്കുകയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പുറകെ നടന്ന അത്രയും ന്യൂസൻസ് ആയിട്ടുള്ള ശല്യമാണ് ഇയാൾ. പൊതുശല്യം, അവർക്ക് പൊതുശല്യമാണത്. ഇപ്പം അടുത്ത കാര്യം പറയണ കേട്ടോ, ഇതൊക്കെ പറയാൻ ഇയാൾ ആരാ? സുധി ജീവിച്ചിരുന്നപ്പോൾ വന്ന് ഇയാളുടെ അടുത്ത് പറഞ്ഞു അത്ര ഭയങ്കര ലാവിഷാണെന്ന്. ഒരു വീടായി കഴിയുമ്പോൾ അരിയും പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരില്ലേ? കുട്ടികളുണ്ടാവും, കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ മേടിക്കണം. അതെങ്ങനെ ലാവിഷാവും? അങ്ങനെ ലാവിഷായിട്ട് ഭയങ്കര ചിലവുകൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ വീട്ടിലതൊക്കെ കാണില്ലേ? അവർ ആ മരണ സമയത്തൊക്കെ ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അവിടെ ലാവിഷ്, എന്ത് ലാവിഷ്. ഇപ്പോൾ ഒരു വീടുണ്ട്, ആ വീട്ടിൽ അവിടെ എന്ത് ലാവിഷാടെ ഉള്ളത്? താൻ എന്തോ ഈ പറയുന്നിരുന്നുണ്ട്. ഇതെല്ലാം സുധിയുടെ പ്രശ്നമാണ് കേട്ടോ. അൾട്ടിമേറ്റായിട്ട് വരുന്ന സുധിയുടെ പ്രശ്നമാണ്. സുധി സത്യത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ സുധി മരിച്ചു പോയല്ലോ. അപ്പൊ ക്ലാരിഫിക്കാൻ ആ പറയുന്ന ഒരാളില്ല. അതുകൊണ്ട് വായി തോന്നിയൊക്കെ പറയുന്നു. അയാൾ പറഞ്ഞെന്നും പറഞ്ഞ അങ്ങ് പറയുവാണ്. പിന്നെ പുള്ളിക്കാരിക്ക് സുധീടെ തന്നെ പറഞ്ഞിട്ടൊരു കാര്യം വെച്ചാൽ, ഈ രേണു സുധീട്ട ഉള്ള സമയത്ത് രേണു പൈസ കൊണ്ട് മൊത്തം അടിച്ചു തീക്കുക ഷോപ്പിങ്ങിന്, അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും ആണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. സൂചിയുടെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? ലാവിഷായി ജീവിക്കണം, ഉള്ളതും ഇല്ലാതെന്ന് അറിയണ്ട, കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു തീക്കുന്നു എന്നുള്ളവര് പിറ്റേ ദിവസം സുധിയുടെ പൈസ നമ്മുടെ ചോദിക്കും, കടം ചോദിക്കും. അത് സുധിയുടെ പ്രശ്നമാണ്. അയാൾക്ക് പ്രോപ്പറായിട്ടൊരു വരുമാനമില്ല. ഈ കലാകാരന്മാർക്കൊന്നും പ്രോപ്പറായിട്ട് ഡെയിലി ജോലി കാര്യങ്ങളും ഇല്ലല്ലോ. അവർക്ക് കിട്ടുമ്പോഴേ ഉള്ളൂ, ഉള്ളപ്പോൾ ഉണ്ട്, ഇല്ലാത്തപ്പോൾ ഇല്ല. അതാണ് അവസ്ഥ. അപ്പം കടം മേടിക്കേണ്ടതായിട്ട് വരുവാണ് അവർക്ക്. അങ്ങനെ കടം മേടിച്ചാണ് ഈ ഒരു പാഷാണത്തിൻ്റെ അടുത്തത്. ഇപ്പം തലവേദനയായിട്ട് വന്നേക്കുവാണ്. പിന്നെ ഇളയ കുഞ്ഞിന്റെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ നൈറ്റ് 2 മണിക്ക് പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഒപ്പിച്ച് അവിടെ ശരിയാക്കി കൊടുക്കേണ്ട ഒരു സമയം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. സഹായിക്കാറുണ്ടായിരുന്നു കുടുംബത്തെ. ഈ സാമ്പത്തികം അല്ലാതെ എങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ കുടുംബത്തെ? അല്ല, വേറെ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന അത്രേ ഉള്ള. സുധീറിന് കൊടുക്കുന്നത് സുധീറിന് കൊടുക്കുന്ന സമയത്ത് എന്നെ പറഞ്ഞാൽ സുധീറിന് കൊടുക്കണ്ട, സുധീറിന് പൈസ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഈ കാര്യങ്ങൾ സുധീർ ചോദിച്ചപ്പോഴാണ് സുധീരൻ പറയുന്നത് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇതാണെന്ന് നിങ്ങൾ പറയുന്നു. രേണുവിന്റെ കേസുകൾ പറയുന്നത്. പിന്നെ രേണുവിന് സുധീറിന് ഇഷ്ടമൊന്നുമല്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു. രേണുവിന് ഇനി അഫയർ ഉണ്ടായാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? അവരുടെ ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോഴാണ് ഈ 2 മക്കളെയും കളഞ്ഞു ഈ ഭർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ട് അവൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഓക്കെ, അതൊരു സമൂഹത്തിൽ വന്ന് പറഞ്ഞ് അതൊരു വിചാരണയ്ക്കുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും അത് അവരുടെ പേഴ്സണൽ ലൈഫല്ലേ. അവരാരെല്ലാം കൂടെ പോവോ വരുമോ എന്തെങ്കിലും ചേട്ടാ. ഇനിയിപ്പോൾ കാമുകനുണ്ടെങ്കിൽ തന്നെ തനിക്കെന്താടോ? അല്ലെങ്കിൽ സമൂഹത്തിന് എന്താണ്? ഉണ്ടായിക്കോട്ടെ, അവരും ജീവിക്കട്ടെ, അവർ സന്തോഷമായിട്ടിരിക്കട്ടെ. അവർ ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ്. അപ്പം അവരങ്ങനെ ജീവിക്കാൻ അവർക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അതിനവരെ വിടുവല്ലേ ചേട്ടി. താൻ ആരാ ഇതിനകത്ത് വന്നിരുന്ന് പറയാൻ? അവർക്ക് സുധിയുടെ വീട്ടുകാർക്ക് ഒരു പരാതിയില്ല. സുധിയുടെ മോൻ ജീവിച്ചിരിക്കേണ്ട, അയാൾക്ക് ഒരു പരാതിയില്ല. പിന്നെ ഈ നാട്ടുകാർക്കാണ് പരാതി, ഈ കണ്ട ആൾക്കാർക്കാണ് പരാതി. മരണപ്പെട്ട ശേഷമല്ലേ?
അല്ലാണ്ട് ജീവിച്ചിരിക്കുമ്പോഴൊന്നും അല്ലല്ലോ. പിന്നെ എന്തോ ഇത്ര വലിയ പറയും. ഒരു പക്ഷേ ഇയാളെപ്പോലെ ഒരാൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും രേണുവിൻ്റെ അടുത്ത്. അതുകൊണ്ട് ഇയാളുടെ സഹിയായിട്ട് ശല്യം സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് വേറെ ആളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയെങ്കിലും ഈ ശല്യം ഒഴിവാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മേ ബി അതാവാനാണ് ചാൻസ്. പോയില്ല. ഈ പുള്ളിയുടെ ചേച്ചി എന്നെ വിളിക്കും, ഈ വീട് പാലാച്ചി എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. രേണു വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ടില്ല എന്നെ. എന്താ ഇയാള് പറയണത്? രേണു വിളിക്കാണീ വരാന്ന്. അന്നാ സുധിയുടെ എല്ലാവരും പറയണ എന്താ, സുധിയുടെ മൂത്ത മോനും രണ്ടാമത്തെ മോനും വെച്ചു കൊടുത്ത വീടാണെന്ന്. പിന്നെ എന്തിനാ രേണു തന്നെ വിളിക്കണേ? ഓക്കെ, ഇയാള് ഇപ്പൊ ചേച്ചി വിളിച്ച സമയത്ത് ഇയാള് പറയുവാണ് മോനോ അല്ലെ മക്കള് രണ്ടുപേരും കൂടി വിളിക്കുവാണെങ്കിൽ വരാം, അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ. എന്താണ് ഇത്ര അല്ല, രേണു തന്നെ വിളിച്ച് താങ്ങി കൊണ്ടായാലേ താനേ ഇരിക്കത്തുള്ളൂ, വരുള്ളൂ. ഇയാളൊന്നും വരാണ്ടിരിക്കണ നല്ലത്. എല്ലാവരും കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പോയിട്ടില്ല. അത് കൊല്ലം സുധി സ്വന്തം കൂട്ടുകാരനാന്നൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. അയാളുടെ മരണത്തിന് പോലും പോവാത്ത ഒരുത്തനാണ് വന്നിരുന്ന് പറയുന്നത് അവരുടെ ഭാര്യ വിളിച്ചാൽ മാത്രമാണ് പാല് കാച്ചിന് പോകത്തുള്ളൂ. ഇവൻ ആര് തിരിവെച്ച് പിന്നെ വിളിക്കാൻ? ഇവൻ ആര്? ചേട്ടന്റെ ചില ഫോട്ടോസ് കണ്ടപ്പോഴേ ഈ കൊല്ലം സുധിയുടെ ഒരു മുഖഛായ ചേട്ടനുണ്ട്. അങ്ങനെ ഒരു വൈകാരികമായ അടുപ്പ് ആ കുടുംബത്തിന് ഉണ്ടായിരുന്നോ ചേട്ടനോട്? ഉണ്ടായിരുന്നു. അങ്ങനെ ഇളയ കൊച്ചിനെ എന്നെ എപ്പോഴും വിളിക്കും. എന്നെ കൊച്ച് വൈകുന്നേരം എന്നെ വിളിക്കുമായിരുന്നു. അച്ഛൻ വിളിക്കും. അമ്മ രേണുവിന്റെ അമ്മ എന്നെ കണ്ട് കരഞ്ഞിരുന്നു. പിന്നെ മോൻ നല്ല കരച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വരാൻ പറ്റില്ല അവിടെ നിന്ന്. പിന്നെ രേണുവിന്റെ അച്ഛനാണ് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വരാൻ വന്നത്. പിന്നെ ഈ പൈസ വേണം ഇപ്പൊ നടന്നിട്ട് കുറച്ചായല്ലോ. ഞാൻ ഒത്തിരി പൈസ ചോദിച്ചു. പിന്നെ എന്നെ അടിക്കാൻ വേണ്ടിയാണ് വെച്ചായിരുന്നു പുള്ളിക്കാരി. അത് കയ്യിലിരിപ്പിന്റെയോ? പൈസ വെച്ചാൽ ഈ കള്ളെന്ന് പറഞ്ഞ എന്നെ എനിക്കറിയാവുന്ന ആളാണ് അടിക്കാൻ വെച്ചത്. ഇത് കയ്യിലിരിപ്പിന്റെ ആവാനാണ് ചാൻസ്. ഈ പൈസ ചോദിച്ചതിന് രേണു അടിക്കാൻ ചാൻസ് ഇല്ല. അത് തരാന്നും പറഞ്ഞ് അങ്ങനെ നീട്ടി പോയിട്ടുണ്ടാവും. രേണു മോശമല്ല, സുധിയും മോശമല്ല ഈ പൈസയുടെ വിഷയത്തിൽ. പൈസ പലരിൽ നിന്ന് ഇവർ കടം മേടിക്കുന്നുണ്ട്. ആർഭാടമായിട്ടുള്ള ജീവിതമാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഈ ജോലി കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവർ കടം മേടിച്ചിട്ടുണ്ടാവും. അത് സത്യമായിരിക്കും. തരാന്ന് പറഞ്ഞ് നീട്ടി വെച്ചിട്ടുണ്ടാവും. ഇയാളെ തല്ലാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവത്തില്ല. ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ടായിരിക്കും, അത് ഉറപ്പാണ്. അതല്ലാണ്ട് ഒരു സ്ത്രീയും ഇതുപോലെ തല്ലാൻ പുറകോടി ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ അടിക്കാൻ വേണ്ടി വേറെ ആളുടെ പറഞ്ഞു. അത് നമ്മൾ ടോപ്പിൽ വർക്കുന്ന പുള്ളികളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞു? അവർക്ക് അറിയില്ല, എനിക്ക് പരിചയമാണെന്ന് അറിയത്തില്ല. അവരോട് എന്താ പറഞ്ഞത് ചേട്ടനെ കുറിച്ച്? ചേട്ടൻ എന്നെ അറിയാമോ, എന്നെ അടിക്കണം എന്നൊക്കെ എവിടെയും കിട്ടും അടിക്കുന്നു പറഞ്ഞു എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ മൂന്നൊക്കെ അടിക്കും എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാണ്ട് അടിക്കാൻ ആളെ ഏൽപ്പിച്ചല്ല. ഇയാളുടെ വർത്താനത്തിൽ നിന്ന് അത് വ്യക്തമാണ്. എന്നിട്ടും എന്താണ് ഇത്രയും ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് എന്താണ് ഇങ്ങനെയുള്ള മനുഷ്യരെ ആൾക്കാർക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇയാളൊരു ഫേക്കാണ്, ഫേക്കായിട്ടൊരു മനുഷ്യൻ. പിന്നെ അവൻ 2 തവണ എന്നെ വിളിച്ചു, കോട്ടയത്തെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഈ ചില കോഴികളുണ്ടല്ലോ, ഹായ് ഗുഡ് മോർണിംഗ്, പിന്നെ ഈ ചായയുടെയും കപ്പിൻ്റെയൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന കോഴികൾ, അതുപോലുള്ള സംസാരമാണ് എനിക്ക് മനസ്സിലായത്. ചിലപ്പോൾ രേണു ഒരു ഇൻറ്റിമസി കാണിച്ചിട്ടുണ്ടാവും, സുധീനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ ആ മരണശേഷം രേണുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അന്ന് പറഞ്ഞ പ്രേമമൊന്നും അല്ല കേട്ടോ, ഒരാളെപ്പോലെ ഇരിക്കുന്നു, അത്ര ഒരു ഇൻറ്റിമസി കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അത് മുതലെടുത്ത് അവരൊന്ന് ചൂഷണം ചെയ്യാം എന്ന് വിചാരിച്ച് വന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അന്ന് അവർക്ക് പണത്തിനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടാവും. അവരത് സഹായമാണെന്ന് വിചാരിച്ച് എടുത്തിട്ടും ഉണ്ടാവും. ഇപ്പം അത് തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് ഇയാൾ വന്നിട്ടുള്ളത്. തിരിച്ചു ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കര ഓവറായിട്ട് ശല്യമായി കഴിഞ്ഞപ്പോൾ അവരും കൊണ്ടുപോയി കേസ് കൊടുക്കുകയും അവർക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. സാധാരണ സ്ത്രീകൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരു പെങ്ങളോ സഹോദരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കോഴി ശല്യം ചെയ്ത് പുറകെ നടക്കുവാണ്, ഡെയിലി മെസ്സേജ് അയച്ച് ശല്യമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടവരുടെ അടുത്തൊക്കെ സഹായം കിട്ടുന്നിടത്തൊക്കെ പോയിട്ട് വന്ന് ആ സഹായത്തിന് തടസ്സം നിൽക്കുന്നത് പോലെ വർത്താനം പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് കൊടുക്കത്തില്ലേ? 2 പൊട്ടീര് കൊടുത്തിരുന്നത് നന്നായിരുന്നു, അതിൽ ഞാൻ കിട്ടിയറിഞ്ഞ് കൊടുത്തേനെ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അങ്ങനെ ആൾക്കാർ പറയത്തുള്ളൂ. ഇവന്റെ സംസാരത്തിൽ തന്നെ 2 പൊട്ടീര് കൊടുക്കാനാണ് തോന്നുന്നത്. ഇവനിപ്പോൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? രേണു ഇവനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കണമായിരുന്നു. ഇവനെ വീട് താമസത്തിന് ഇവനെ വിളക്കും പൊങ്കാല എടുത്തുകൊണ്ട് അകത്തോട്ട് കയറ്റണമായിരുന്നു. ഇവൻ ആരാ? ഇവൻ സുധി മരിച്ചുപോയി, സുധിയുടെ മോച്ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുധി ആവത്തില്ല ഇത്. അതവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അവർക്ക് രേണുവിന് സുധിക്കാൻ പറ്റിയ ഒരു വലിയ വീഴ്ച എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടൊരു വരുമാനം ഉണ്ടായിരുന്നില്ല.
കലാകാരനായതുകൊണ്ട് തന്നെ വേറെ പണിക്കോ കാര്യങ്ങൾക്കോ അയാൾ പോവാണ്ട് അയാളാകെ ഈ തുച്ഛമായിട്ടുള്ള പൈസ, രേണു തന്നെ പല സമയത്തും പറയുന്നുണ്ട് പിടിച്ച് മേടിക്കാൻ ശ്രുതിക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, കാരണം ശ്രുതി പിടിച്ച് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാമിന് ആരും വിളിക്കത്തില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു ഫീൽഡിൽ പിടിച്ച് മേടിക്കാനോ അല്ലെങ്കിൽ അടിച്ച് മേടിക്കാനോ ഒന്നും നിൽക്കായിരുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര താഴ്ന്ന ഒരു നിലവാരത്തിലായിരുന്നു അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പല ആൾക്കാരിൽ നിന്ന് കടങ്ങൾ മേടിച്ചിരുന്നു, പലരിൽ നിന്ന് സഹായങ്ങൾ മേടിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഫോൺ റെക്കോർഡ് നേരത്തെ ആൾക്കാരുടെ ചാനൽ വഴിയൊക്കെ പുറത്ത് വിട്ട് ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയിരുന്നല്ലോ. ആ ഒരു ഇഷ്യൂ വന്നപ്പോഴും ഈ പറയുന്ന കലാകാരന് വലിയൊരു അടി വീഴുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊന്നും വിളിക്കാണ്ടായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഫ്ലവേഴ്സാണ് വിളിച്ച് ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞുകൂടാൻ വേണ്ടി സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവും, പലരുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ മരണശേഷം ഇത്രയും കാലങ്ങൾക്ക് ശേഷം 2 വർഷം അയാൾ മരിച്ചിട്ട് ഇപ്പോൾ വന്ന് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നത് മോശമല്ലേ? അവരുടെ ഭാര്യ അവരൊരു ഫീൽഡ് കണ്ടെത്തി അവർ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അവരുടെ ജോബാണ്, 2 മക്കളെ വളർത്തണം, അവർക്ക് ജീവിക്കണം. ഭർത്താവ് മരിച്ചൊരു സ്ത്രീയല്ലേ, ഇത്രയും മാത്രമൊന്നും പറയാനൊന്നും ഒന്നും തന്നെ ഇല്ല. കുറച്ചൊരു ദാരിദ്ര്യം പറഞ്ഞോണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളും കഷ്ടത, മോന്റെ കാര്യങ്ങൾ, മോന് ടോയ്സ് മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ആരെങ്കിലും സഹായിച്ചിട്ടുള്ളതായിട്ട് ചേട്ടൻ അറിയോ? അതായത് ഇതുപോലെ ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? ഒത്തിരി ഒന്നുണ്ട്. സുധീട്ടൻ ഒത്തിരി ആൾക്ക് പൈസ കൊടുക്കാനുണ്ട്. കുറച്ചൊരു അറിയാം, 2-3 അറിയാം. അവര് പറഞ്ഞ ആ പൈസ എല്ലാം വേണ്ടെന്നാ, സുധീട്ടന് കൊടുത്ത പൈസ ആക്കും, അത് വേണ്ടെന്ന് പറഞ്ഞു, തിരിച്ചു കൊടുക്കും, വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ വിചാരിക്കാലോ? അല്ല അങ്ങനെ ഈ പുള്ളിക്കാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആത്മാർത്ഥമുള്ള ഒരു കൂട്ടുകാരാണെങ്കിൽ, ഇയാൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇയാളും ആ പണം വേണ്ടാന്ന് വെച്ച് പോയേനെ. പക്ഷെ ഇതൊന്നുമല്ല, സമൂഹത്തിലെ എല്ലാവരും കുറ്റം പറയുന്നു, ഞാനും കുറ്റം പറയുന്നു. എൻ്റെ അത് ഇങ്ങനെ ഒരു 4000 രൂപ കൊടുത്ത ഒരു തെളിവുണ്ട്, അത് വെച്ച് അവരെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അതിൽ കൂടെ ഒരു പ്രശസ്തി ഇയാൾ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഇപ്പോൾ പൊക്കി പിടിക്കുമെന്നാണ് വിചാരം. പക്ഷെ എല്ലാവരും കേൾക്കുന്നവർ പൊട്ടന്മാരല്ല. എത്രയോ പേര് ശ്രുതി പൈസ മേടിച്ചിട്ടുണ്ട് പല ആൾക്കാരുടെ അടുത്തുനിന്നും. അവർ പലരും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ആ കലാകാരൻ്റെ നിർധന അവസ്ഥ കണ്ടിട്ടാണ്, ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ്. ഒരുപാട് ഉള്ളവരൊന്നുമല്ല, ഒരുപാട് ഉള്ള ആൾക്കാർ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട്. അവരെ എന്താ നിങ്ങൾ പറയാത്തത്? എന്തുകൊണ്ട്? വൈ രേണു സുധി? എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ. ഒരാളുടെ ഒരു വീഴ്ചയിൽ കുത്തി 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 ഇപ്പം രേണു ഏതെങ്കിലും ചാണകം മാറാൻ പോയായിരുന്നു ഇപ്പം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരിപ്പോൾ ഈ പ്രൊഫഷൻ സ്വീകരിച്ച് ഇപ്പോൾ ഇവിടെ വന്നു നിന്നാണ് പ്രശ്നം. രേണുവിൻ്റെ കയ്യിൽ തെറ്റുണ്ട്. ഈ പറയുന്ന പോലെ കൊളക്കോഴിക്ക് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കും പോലെ മാധ്യമങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണോ ഓരോ വിഷയങ്ങൾ? ഇപ്പം മാത്രം നോക്കിയിരിക്കുന്ന കുറേ മീഡിയക്കാരും കുറേ കുറ്റം പറയുന്ന ആൾക്കാരും. ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരായിട്ടുള്ള കലാകാരന്മാരുടെ കയ്യിൽ നിന്ന് ശ്രുതി പൈസ മേടിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും മേടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു മരണശേഷം ഒരാൾ പോലും രംഗത്ത് വന്നിട്ടില്ല. ഇഷ്ടം പോലെ ആൾക്കാർ മരണശേഷം സഹായിച്ചെങ്കിലേ ഉള്ളൂ. ഈ ലക്ഷ്മി നക്ഷത്രം തന്നെ ആ ഒരു പ്രോഗ്രാം കഴിയുന്നോടം വരെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഈ ഒരു കുടുംബത്തിന് അയച്ചു കൊടുത്തിരുന്നു. പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരത് നിർത്തി. എല്ലാ കാലവും എല്ലാ ആൾക്കാർക്കും സഹായിക്കാനൊന്നും പറ്റത്തില്ല. അത് ഈ രേണു ആഗ്രഹിക്കുന്നുമില്ല കേട്ടോ. പലതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, അത് അവർ ആഗ്രഹിക്കുന്നുമില്ല. എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലായ്പ്പോഴും സ്വന്തം കുടുംബം മറന്നിട്ട് മറ്റൊരാളെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനോ സ്നേഹിക്കാനോ പറ്റത്തില്ല. അവരെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ സഹായമൊക്കെ കിട്ടിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും കുട്ടികളെ വളർത്തണം, അവർക്ക് ജീവിക്കണം. അപ്പോൾ ഒരു തൊഴിൽ കണ്ടെത്തി അവരത് ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ. എന്തിനാണ് അതെല്ലാം മുടക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് അവരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന? അവരുടെ അവസരങ്ങൾ കിട്ടാണ്ടാവും. അവരെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കല്ലേ ചെയ്യേണ്ടത്. ഈ ഒരു ആൾ വന്നാണ് രംഗത്ത്. ഇയാളുടെ ഉദ്ദേശം എന്താണ്? ഇയാൾക്ക് പ്രശസ്തിയാണ് ഉദ്ദേശം. ഇപ്പം എല്ലാവരും നാട്ടുകാരൊക്കെ ഇയാളെ തലയിലേറ്റു എന്ന് വിചാരിച്ചിട്ടാണ് ഈ അറിയപ്പെടാത്ത കലാകാരൻ. ഇയാളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് അടിക്കുക. ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇപ്പം ഇയാൾ ഈ ഒരു ഇതിനകത്ത് വന്നപ്പോഴാണ് ഇയാളെ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതും കാണുന്നതും. സുധീറിന്റെ പേരിലല്ലേ ഈ പുള്ളിക്കാരി ചെയ്യുന്നത്, സുധീട്ടൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പൊ ആ പേര് വെക്കുന്നത് മോശമല്ലേ അത് ചെയ്യുന്നത്? നിങ്ങളല്ലേ ഇപ്പം അയാളുടെ പേര് പോകുന്ന രീതിയിൽ ഒരു കലാകാരൻ്റെ, നിങ്ങളുടെ സുഹൃത്താന്ന് പറയുന്നത്, അയാളുടെ പേര് നശിക്കുന്ന രീതിയിൽ നിങ്ങളാണ് ഇടപെടുന്നത്. രേണുവല്ല. രേണു ഇപ്പോഴും പറഞ്ഞ ജീവനാണെന്നും സ്നേഹമാണെന്നും അങ്ങനെയുള്ള രീതിയിലാണ് രേണു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് കള്ളവാന്നാ. പിന്നെ അവർ മരിക്കുന്നോടം വരെ അവരുടെ ഭർത്താവായിരുന്നു. ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലെന്ന് ഓർക്കണം. ഭർത്താവായിട്ടിരിക്കുന്ന ആൾ, അവർക്ക് സങ്കടം വിഷമമുണ്ടെന്ന് പറയുന്നത് കള്ളമാണെന്നാണ് നിങ്ങൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കായും വിഷമമൊന്നും രേണുവിന് ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളാണല്ലോ ഭാര്യ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ. എന്തോ ഇയാളിത് പറയുന്നതെന്ന് യാതൊരു വിവരം വെള്ളിയാഴ്ച ഇല്ലാണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇകഴ്ത്തുന്നത് ഇയാളാണ്. അതെന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് വേറൊരു എന്തിനാന്ന് പറയേണ്ട കാര്യം? ഇതുപോലുള്ള കോഴികളുടെ ശല്യം സഹിക്കാൻ വേണ്ടായിരിക്കും അവർ നമ്പർ മാറ്റുന്നത്.
പിന്നെ കിച്ചുവിനെ നമ്പർ ചോദിച്ചിട്ട് തന്നിട്ടില്ല. എന്നിട്ട് ചോദിക്കുമ്പോ എന്താണ് പറയുന്നത്? തരാം എന്നെ പറയാ തന്നിട്ടില്ല. അവൾ ചോദിക്കുമ്പോ ഇപ്പൊ ഫ്രണ്ടില് തന്നിട്ടില്ല. ഇങ്ങനെ ഒരു ഫെയിം രേണു എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നതായി ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എന്റെ ഈ സമയം പറഞ്ഞിട്ടില്ല. ഈ കല ഫീൽഡ് വരണമെന്നും പുള്ളിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഇതായിപ്പോയി. എന്തിന് നിനക്കിതാവണം? അവരെന്തായാലും പോൺ ഫിലിമിലാണോ അഭിനയിക്കാൻ പോയത്? അവർ മാന്യമായിട്ടൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ്. നീയും മാന്യമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുക. അവരുടെ പ്രശസ്തിയിൽ വന്നിട്ട് ഞെളിയാണ്ട് ആരുടെയോ ഭാര്യ, സുധിയുടെ ഭാര്യ മരിച്ചു പോയ അതിന് നീ എന്തിനത്ര സങ്കടപ്പെടണേ? നാട്ടുകാർക്കില്ലല്ലോ എത്ര സങ്കടം. എന്തിനത്ര സങ്കടപ്പെടണം? അവരുടെ അടുത്ത് മോശമായിട്ടുള്ള അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാണ്. കണ്ടില്ലേ, ഇവരൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കണം, ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവരെ ഇടപെടുവാണ്. അങ്ങനെയുള്ളവരെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യം എന്താണെന്ന് ചെയ്യണം വിചാരിച്ചാൽ ബ്ലോക്ക് ചെയ്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ ഈ സാധനത്തിലേക്ക്? അതാണ് ഇവന് വൈരാഗ്യം. ഇവന് വൈരാഗ്യം ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, ഇവന് ഭയങ്കര വൈരാഗ്യമുണ്ട്. വൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് പൈസയല്ല അവൻ്റെ ആവശ്യം. ഈ 4000 ഉലുവയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ഇവന് വേണ്ടത് ഒന്ന് പ്രശസ്തി വേണം. നാട്ടുകാർ മൊത്തം രേണുവിനെ വെറുക്കുവാണല്ലോ. അപ്പോൾ രേണുവിനെ അടുത്ത് ഉടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇവനെ പ്രശംസിക്കുന്നതാണ് ഇവൻ്റെ വിചാരം. ഒന്ന് പ്രശസ്തി മാത്രമല്ല, രേണുവിനെ ഈ മോശമായിട്ട് ചിത്രീകരിക്കണം. വേറെ രീതിയിലൊന്നും അവരെ ഉപദ്രവിക്കാൻ പറ്റത്തില്ലല്ലോ, തിരിച്ച് കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഈ ഒരു സമയത്ത് മോശക്കാരിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. കേൾക്കുന്നവർ ചോറാണ് തരുന്നത് അവർക്ക് മനസ്സിലാവും. ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ അവരൊരു സാധു സ്ത്രീയാണ്. ഭർത്താവ് മരിക്കുന്നവരെ അവർ ഈ സോഷ്യൽ മീഡിയ രംഗത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകളിലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലോ ഒന്നും വന്നൊരു സ്ത്രീയല്ല. അവർ നേരത്തെ ഒരു കലാകാരിയെ ഒന്ന് ഓർക്കണം. അവരൊരു കലാകാരിയാണ്, ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അവർക്കൊരു കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കുകയാണ്. ഭർത്താവിൻ്റെ മരണശേഷം അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിലോട്ട് വന്നിട്ടുള്ളത്. വെറും തുച്ഛമായിട്ടുള്ള തുകയ്ക്കാണ് അവർ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ആൾക്കാരിരുന്ന് വിമർശിച്ച് അവർ പൈസ ഉണ്ടാക്കുന്നതല്ലാണ്ട് ഇവർക്ക് വെറുതെ ചീത്തപ്പേരും ആൾക്കാരിൽ നിന്നുള്ള ശത്രുതയും മാത്രമേ കിട്ടുന്നുള്ളൂ. ആൾക്കാരുടെ ശത്രുത കണ്ടാൽ തോന്നുന്നു നമ്മൾ ഈ രേണു കണ്ട ആൾക്കാരെ കണ്ട് പിടിച്ച് കടിക്കാൻ ചെന്ന പോലെ. നേരിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ രേണുവിനെ കുറിച്ച്? ഇനി കമൻ്റ് അടിക്കുന്ന ആൾക്കാരോടാണ്. നിങ്ങൾ അവരെ ബോഡി ഷെയിം ചെയ്യുന്നു, വളരെ വൾഗറായിട്ട് കമൻ്റ് അടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടുന്നത്? നിങ്ങൾ ഓരോരുത്തരെ രേണു എന്താണ് ചെയ്തത്? നിങ്ങളെല്ലാവരും പെർഫെക്റ്റ് ആണോ? നിങ്ങളെല്ലാം തികഞ്ഞ ആൾക്കാരായതുകൊണ്ടാണോ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വളരെ മോശമാണ്. അവരെങ്ങനെയും ജീവിച്ചോട്ടെ, എന്നും കൊന്നും അവരെ ആരും സഹായിക്കത്തില്ല. കണ്ടില്ലേ, ഇതുപോലത്തെ പാഷാണുങ്ങൾ സഹായം കിട്ടുന്നിടത്ത് പോലും പോയി അത് മുടക്കും. പക്ഷെ നിങ്ങൾ എന്നാൽ ഇവരെയാണ് തലയിലേറ്റി പിടിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള തെണ്ടികളെ നിങ്ങൾ തലയിലേറ്റി പിടിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ എല്ലാ സഹായം കിട്ടേണ്ട വഴികളും ഇങ്ങനെയുള്ളവരെ അടപ്പിച്ച് കളയുവാണ്. അങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അവർ തിരഞ്ഞെടുക്കുന്നത്. അതുവഴി അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, തുച്ഛമായ തുകയാണ് കിട്ടുന്നത്. ഈ പറയുന്ന പോലെ ലക്ഷങ്ങളോ കോടികളോ ഉണ്ടാക്കുന്നില്ല. സബ്സ്ക്രിപ്ഷൻ വഴിയും അതുപോലെ തുണി അഴിച്ചിട്ട് കാണിച്ചും കാറും അതല്ലെങ്കിൽ വീടും ഒക്കെ വെക്കുന്ന ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവരെ ആരും നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, ഒന്നുമില്ല, നാവ് അടപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണ്ട. പക്ഷെ സമൂഹ മാധ്യമത്തിലിട്ട് ഇതുപോലെ ചൂഷണം ചെയ്ത് വിചാരണ ചെയ്ത് ആ ഒരു കുടുംബം, സുധിയുടെ മകൻ, 2 മക്കൾ, അങ്ങനെ തന്നെ പറയട്ടെ, 2 മക്കൾ, അവരെല്ലാവർക്കും നാണക്കേടല്ലേ? ആ പിള്ളേർക്കൊരു ഭാവിയില്ലേ? അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. മരിച്ചുപോയ അച്ഛനെ കുഴി തോണ്ടിയെടുത്ത് വീണ്ടും വീണ്ടും റീപോസ്റ്റ്മോർട്ടം ചെയ്തു. നിങ്ങൾ വളരെ മോശമല്ലേ? ആ കലാകാരൻ്റെ ഒരു അവസ്ഥയാണത്. അയാൾക്ക് കടം മേടിക്കേണ്ടി വന്നു അയാളുടെ ഫാമിലീനെ പോറ്റാൻ. അല്ലാണ്ട് ഈ പറയും പോലെ ഒരുപാട് ആർഭാടമൊക്കെ കാണിച്ചെങ്കിൽ അവരെ വീട്ടിൽ കണ്ടേനെ. ഈ പറയുന്ന ആർഭാടം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഒന്നുമില്ലാത്തവരാന്നേ, പാവപ്പെട്ടവരാ, അവരെ വെറുതെ വിട്, അവർ ജീവിച്ചോട്ടെ. ഓരോ ആൾക്കാർ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ടാണോ ഈ 100-150 വീഡിയോ ഈ രേണുവിനെ വിട്ട് ഇടുന്നതെന്നാണോ നിങ്ങളുടെ വിചാരം? ഒരിക്കലുമല്ല. അവരുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് ആ ഒരു സ്ത്രീ കേസ് കൊടുക്കുന്നതും വഴക്കിന് പോകുന്നതും. അതല്ലാണ്ട് അവരെന്താ ചെയ്യണേ? അവരുടെ വീട്ടിലാകെ ഉള്ളത് വയ്യാത്തൊരച്ഛൻ, പ്രായമായിട്ടുള്ളൊരു അമ്മ, എന്തോ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു ചേച്ചി, പിന്നെ അവരുടെ കുടുംബം, പിന്നെ ഒരു കൊച്ചു കുഞ്ഞ്, അതേ ഉള്ളൂ അവർക്ക്. സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. വെറുക്കുന്നവരാണ് കൂടുതലും. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒരാളെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ വെറുത്തോ, പക്ഷേ നിങ്ങൾ കാണണ്ട. വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരു പ്രോഗ്രാമും കാണണ്ട. പക്ഷെ അവരെങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ. നമ്മൾ പറയാറില്ലേ സ്ത്രീകൾ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന്. അവർ ആത്മഹത്യ ചെയ്തില്ലല്ലോ. ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയാണ്. അവർ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ ആ കൊച്ചിനെയും കൊന്നിട്ട്. ഇത്രയും അവരെ നാണം കെടുത്തുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇതൊക്കെ അവരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള പൊയ്മുഖങ്ങൾ നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. അതാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇത്തിരിയും ആ കലാകാരനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. അതല്ലാണ്ട് വീണ്ടും വീണ്ടും ചവിട്ടി താത്തരുത് ആ ഒരു സ്ത്രീയെ. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരുത്തി വന്നേണ്, കൊച്ചിനെ ഇങ്ങോട്ട് തന്നേരേന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രയും കമൻ്റ് അടിച്ചപ്പോഴാണ് ആ ഒരു സ്ത്രീ അങ്ങനെ പ്രതികരിച്ചത്. വേറെ ഏതൊരാളാണെങ്കിലും അങ്ങനെ തന്നെ പ്രതികരിക്കത്തുള്ളൂ, അല്ലാണ്ട് മക്കളെ കൊടുത്തു വിടാനല്ല. 10 മക്കളുണ്ടെങ്കിലും ഒരു മകനെ ഇങ്ങോട്ട് തന്നേരെ അല്ലെങ്കിൽ ഒരു മകളെ ഇങ്ങോട്ട് തന്നേരെ എന്ന് പറഞ്ഞാൽ ഒരു പെറ്റമ്മയും തരാൻ തയ്യാറാവത്തില്ല. അപ്പോഴാണ് ഒരുത്തി അവളുടെ മക്കളെ നോക്കാൻ അവൾക്ക് നേരമില്ല. തുണി അഴിച്ചിട്ട് ലൈവും എന്താണ് അവൾ കാണിക്കുന്നത്? അതിൻ്റെ അടിയിൽ മൊത്തം അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ആൾക്കാർ കമൻ്റ് അടിക്കുന്നത്. അത്രയ്ക്കൊന്നും വൾഗറായിട്ട് രേണുസുതി വന്നിട്ടില്ല. 4-5 വർഷമായിട്ട് ഫീൽഡിലുണ്ട് അത്ര. എന്ത് ഫീൽഡിലാണ് ഉള്ളത്? നിമിഷ ബിജു, നിങ്ങളൊന്ന് ആ ഒരു വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിമിഷ ബിജു എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. വളരെ മോശം വീഡിയോസാണ്. ഒരു കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോസ് അല്ല. പക്ഷെ രേണുസുതിയുടെ വീഡിയോസ് എല്ലാം അവർ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ധൈര്യമായിട്ട് പിള്ളേരെ കൊണ്ട് കാണാം. തുണിയില്ലാത്ത തുള്ളലൊന്നുമില്ല അവരെ വ്ളോഗിൽ. ഇനിയിപ്പോൾ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഡ്രസ്സ് ഇല്ലാണ്ടോ ഡ്രസ്സ് ഇട്ടോ അല്ലെങ്കിൽ ഫാഷൻ ഷോക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതുപോലെ അല്ലല്ലോ ഈ ഒരു സ്ത്രീ. വ്ളോഗിലും ലൈവിലും എല്ലാം ഇച്ചിരി ഇല്ലാത്ത ഉച്ചോണം ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടുണ്ടാ തുള്ളുന്നത്. അതിനൊന്നും ആർക്കും പരാതിയില്ല. രേണുവിനെ ആരൊക്കെ കുറ്റം പറയുന്നുണ്ടോ അവർക്കൊക്കെ നല്ല സപ്പോർട്ട് സോഷ്യൽ മീഡിയ കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അവർക്ക് അവരെ നിജസ്ഥിതി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും തിരിച്ചറിയാനോ ഒന്നും ഒരു മനുഷ്യനും ഇല്ല.